ചാലിയാർ പുഴയുടെ തീരങ്ങളിലും പരിശോധന ഇന്നും കാര്യക്ഷമമായി തന്നെ നടക്കുകയാണ്. ആ വിവരങ്ങളുമായി രമ്യദാസ് കൂടി ചേരുന്നുണ്ട്. രമ്യ, ഇന്നും ഏത് രീതിയിലാണ് പുഴയുടെ തീരത്ത് പരിശോധന നടക്കുന്നത്? അതുപോലെ തന്നെ ഇന്നലെ രക്ഷാപ്രവർത്തകർ നിലമ്പൂർ വനമേഖലയിലൊക്കെ കുടുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആരൊക്കെ എത്തണം എന്നുള്ളതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഏത് രീതിയിലാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത്? സ്വാതി, ഇന്ന് പ്രധാനമായും ഇരുട്ടുകുത്തിയിൽ നിന്നും താഴേക്ക് ചാലിയാറിൻ്റെ താഴേക്ക് ഉള്ള പരിശോധനകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പോത്തുകൽ പഞ്ചായത്തിലെ 9 വാർഡുകളുണ്ട്. ഈ വാർഡ് അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ ഇരുവശങ്ങളിലുമായിട്ട് സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ തന്നെ പോലീസ്, തനത് വാർഡിലെ അംഗങ്ങൾ ഉൾപ്പെടെ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, ചാലിയാർ പുഴയാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഇരു കരകളിലുമായിട്ട് സന്നദ്ധ പ്രവർത്തകരും പോലീസും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വ്യാപകമായ പരിശോധന തന്നെ നടക്കുന്നുണ്ട്. അതായത് മച്ചിക്കായി, ഇരുട്ടുകുത്തി, അമ്പുട്ടാൻപെട്ടി, തൊടിമുട്ടി, നീർപ്പുഴമുക്കം എന്നീ 9 വാർഡുകളാണ് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഇരുട്ടുകുത്തി മുതൽ താഴേക്ക് 5 കിലോമീറ്റർ, പോത്തുകൽ പഞ്ചായത്തിൻ്റെ 5 കിലോമീറ്റർ പരിധിയിലാണ് ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന നടക്കുന്നത്. ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്, മഴയില്ല. വലിയ തോതിൽ ഉള്ള കുത്തൊഴുക്കോ അല്ലെങ്കിൽ നീരൊഴുക്കോ ചാലിയാറിലില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്താൻ കഴിയാത്ത മൃതദേഹങ്ങൾ തീരത്ത് വന്നടിയുകയോ മൺതിട്ടകളിലോ അല്ലെങ്കിൽ വന്നടിഞ്ഞ മരത്തിൻ്റെ ഇടയിലോ കുടുങ്ങിയിട്ടുള്ള മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ഇന്ന് കണ്ടെത്താൻ കഴിയും എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വ്യാപകമായ പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പ്രധാനമായും നടന്നത് കാടിനുള്ളിലേക്ക് കയറി സൂചിപ്പാറ വരെയുള്ള മേഖലകളിലെ പരിശോധനയായിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 3 മൃതദേഹങ്ങളും 26 ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 29 ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്താൻ കഴിഞ്ഞത്. കൂടാതെ ഇനി അവിടെ അത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്ന നിഗമനത്തിലാണ് ഇന്നിപ്പോൾ വനമേഖലയിലേക്ക് കൂടുതൽ പരിശോധന വ്യാപിപ്പിക്കാതെ ഇരുട്ടുകുത്തി മുതൽ താഴ്ഭാഗങ്ങളിലേക്ക് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയതാണ്, കാട്ടിലേക്ക് കയറിയ ഒരു 18 സംഘം അവിടെ കാട്ടിൽ കുരുങ്ങി എന്നുള്ള വാർത്ത. പക്ഷേ അവർ സുരക്ഷിതരായിരുന്നു. അവരെ വയനാട്ടിലേക്ക്, അതായത് സൂചിപ്പാറ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം അവരെത്തിപ്പെട്ടത്. അവിടെ വനം വകുപ്പിൻ്റെ ഔട്ട് പോസ്റ്റിൽ അവർ സുരക്ഷിതരാണ് എന്നുള്ള വാർത്തയും നൽകിയിരുന്നു. അതിനാൽ തന്നെ അവരെ തിരിച്ച് വയനാട്ടിലേക്ക് തിരിച്ചുവിടാൻ എയർലിഫ്റ്റിംഗ് മുതലായ ഉപയോഗിച്ച് അവരെ അങ്ങോട്ട് എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിച്ചത്. കൂടാതെ അവരവിടുന്ന് ഒരു ബോഡി കൂടി കണ്ടെത്തിയിരുന്നു. പാതിയുള്ള ഒരു മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതും വയനാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി നമുക്ക് നൽകിയ വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വനമേഖലയിൽ ആളുകൾ ഇങ്ങനെ പോയി കുരുങ്ങിയത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സന്നദ്ധ പ്രവർത്തകരെയോ മറ്റു ആളുകളെയോ ഇത്തരത്തിൽ മൃതദേഹങ്ങളുടെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് കയറ്റിവിടണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അത് വനംവകുപ്പ് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തി കണ്ടെത്താൻ കഴിയുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തും. കൂടുതലായി വനമേഖലയിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി പുരോഗമിക്കുന്നത്. ഇനി അങ്ങോട്ട് താഴ്ഭാഗങ്ങളിലേക്കാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുക. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് ചാലിയാറിലെ. അപ്പോൾ ഇത്തരത്തിൽ മരത്തടികൾക്കിടയിലോ മൺതിട്ടകളിലോ, കാരണം വലിയ തോതിലുള്ള മണൽ ഉൾപ്പെടെയുള്ളവയാണ് തീരങ്ങളിൽ വന്ന് അടിഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ വലിയ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകിയും മറ്റും വന്ന് തീരങ്ങളിൽ അടിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതിനിടയിൽ കുരുങ്ങിയ മൃതദേഹങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ശ്രമകരമായ ജോലിയുള്ളത്. അത് കണ്ടെത്തുക എന്നുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഇന്ന് 7ാം ദിവസമാണ്, കഴിഞ്ഞ 6 ദിനങ്ങളിലും ഇത്തരത്തിൽ ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇനി അങ്ങോട്ട് കണ്ടെത്താൻ കഴിയാത്ത എന്തെങ്കിലും മൃതശരീരങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ള നടപടിയോടുകൂടി തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച്, അതായത് 9 വാർഡുകളാണുള്ളത് പോത്തുകൽ പഞ്ചായത്തിൻ്റെ ചാലിയാർ തീരദേശത്ത്. ഇരുകരകളിലുമായിട്ട് 9 വാർഡുകളുണ്ട്. ഈ 9 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വ്യാപകമായ ഒരു പരിശോധന, അതിൽ പോലീസ് സേനയുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, കൂടാതെ തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർമാരുണ്ട്. ഇവരുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ തിരച്ചിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തിരച്ചിൽ ഇവിടെ തുടങ്ങിയത്. ഇപ്പോഴും അത് നമുക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ഇവിടെ വശങ്ങളിലെല്ലാം ഉണ്ട്. സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തിരയുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയാവുന്നതാണ്. ഇത്തരത്തിൽ കണ്ടെത്താനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതി. ശരി രമ്യ, എന്തായാലും ചാലിയാർ പുഴയുടെ തീരങ്ങളിലും തെരച്ചിൽ ഇന്ന് 7ാം ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് രമ്യദാസ് നൽകിയത്.